മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് തകർന്നു വീണാൽ സംഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നൂതന പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ നിർമ്മിക്കുന്നത്. അതിനു പുറമെ ഇതേ വിഷയവുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ചില ആർട്ടിക്കിളും മറ്റ് ശാസ്ത്ര പ്രബന്ധങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അവയുടെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഹെക്രാസ് സോഫ്റ്റ്വെയർ മോഡലിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അങ്കൂർ കപൂറും സംഘവും നടത്തിയിട്ടുള്ള ഒരു ശാസ്ത്ര പഠന റിപ്പോർട്ടുണ്ട്. ഹെക്രാസ് ശരിക്കും വികസിപ്പിച്ചെടുത്തത് US ആർമി കോർപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആണ്. ഒരു ഡാം തകരുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എത്രമാത്രമായിരിക്കും, എത്രത്തോളം പ്രദേശങ്ങളിലായിരിക്കും അത് വ്യാപിക്കുക, എത്രത്തോളം ഉയരത്തിൽ ജലം ഉയർന്നു വരുന്നതാണ് എന്നീ കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി നിരവധി പാരാമീറ്ററുകളാണ് ഉപയോഗിക്കേണ്ടി വരിക. ആ ഡാമിൻ്റെ പഴക്കം എത്രമാത്രമാണ്, അത് എപ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഒരു ഡാമാണ്, അതിൻ്റെ സൈസ് എപ്രകാരമാണ്, അതിൻ്റെ ഷേപ്പ് എപ്രകാരമാണ്, അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ആ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥ എപ്രകാരമാണ്, ലോകത്ത് ഇതിനു മുൻപ് സംഭവിച്ചിട്ടുള്ള ഡാം ബ്രേക്കുകൾ അല്ലെങ്കിൽ ഡാമുകൾ തകർന്നു വീഴുന്ന അവസ്ഥ എപ്രകാരമായിരുന്നു ഉണ്ടായിരുന്നത്, ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് അവർക്ക് ഒരു റിസൾട്ട് ലഭ്യമായിട്ടുണ്ട്. ഡാം തകരുകയാണെങ്കിൽ അവിടെ നിന്നും ഒഴുകി വരുന്ന ജലത്തിൻ്റെ അളവ് ഒരു സെക്കൻഡിൽ 15,403 ക്യൂബിക് മീറ്ററാണ്. അത് സൃഷ്ടിക്കുന്നത് ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രളയങ്ങളിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള പ്രളയത്തിൻ്റെ 2 ഇരട്ടിയോളം വരുന്ന ആഘാതമാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു പ്രളയവുമല്ല, ഇതൊരു വാട്ടർ ബോംബാണ്. മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് ഉയർന്നു വരുന്ന ജലം പോലെയല്ല ഒരു ഡാം തകരുമ്പോൾ ഒഴുകി വരുന്ന ജലം. അതിൻ്റെ ഫോഴ്സ് അതിഭീകരം തന്നെയാണ്. ചരിത്രത്തിലെ ഏറ്റവും തീവ്രതയേറിയ ആ പ്രളയം ഏതാണെന്ന് ഈ പ്രബന്ധത്തിൽ പരാമർശിച്ചിട്ടില്ല. പക്ഷേ പിന്നീട് വേൾഡ് അറ്റ്ലസിലൂടെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ലഭ്യമായിട്ടുണ്ട്. 1975 ചൈനയിൽ നടന്നിട്ടുള്ള ഒരു പ്രളയമാണ്. ഡാം തന്നെയായിരുന്നു ആ പ്രളയത്തിന് കാരണക്കാരനായി മാറിയത്. ബാങ്ക്യോ എന്നാണ് ആ ഡാമിൻ്റെ പേര്. ആ കാലഘട്ടത്തിലുണ്ടായ നീന ചുഴലിക്കാറ്റിനെ തുടർന്നായിരുന്നു ആ ഡാം തകർന്നു വീണത്. ആ ഡാമിൽ നിന്നും ഒഴുകി വന്ന ജലം ഒഴുകിപ്പോയത് 61ഓളം വരുന്ന മറ്റ് ചില ഡാമുകളിലേക്കാണ്. ആ ഡാമുകളും തകരുകയുണ്ടായി. മൊത്തത്തിൽ 62 ഡാമുകളാണ് അന്ന് തകരുന്നത്. അതിനെ തുടർന്ന് 30 സിറ്റികൾ ജലത്തിൻ്റെ അടിയിലായി പോവുകയാണ്. 2,40,000 ആളുകൾ വരെ മരണമടഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പറയപ്പെടുന്നത്. അന്ന് 68 ലക്ഷം ആളുകൾക്കാണ് വീട് നഷ്ടമായത്. നമുക്ക് ഈ ശാസ്ത്ര പ്രബന്ധത്തിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരിയാർ നദി അതിഭീകരമായിട്ടുള്ള രീതിയിലായിരിക്കും കരകവിയുക. അതിൻ്റെ ഒരു വശത്തേക്ക് 36 കിലോമീറ്റർ വരെ ജലം ഒഴുകി മാറുന്നതാണ് ഒരേ ജലനിരപ്പിൽ തന്നെ. മറുവശത്ത് 36 കിലോമീറ്റർ, മൊത്തത്തിൽ 72 കിലോമീറ്റർ ഏതാണ്ട് ഒരേ ഉയരത്തിൽ തന്നെ ജലം ഒഴുകി പോകുന്നതാണ്. ആ ഉയരം എത്രമാത്രമാണെന്നും ഈ പ്രബന്ധത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് 45.3 മീറ്റർ വരെ വെള്ളം ഉയരുന്നതാണ്. അതായത് ഒരു 7 നില കെട്ടിടത്തിൻ്റെ അത്രയും ഉയരം. അതേസമയം അറബിക്കടലിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ ജലനിരപ്പ് കുറയുന്നതാണ്. അത് 21.7 മീറ്ററാണ്. പക്ഷേ അതുപോലും ഒരു 3 നില കെട്ടിടത്തിൻ്റെ അത്രയും വലിപ്പം വരുന്നതാണ്. ഇത് ഈ 72 കിലോമീറ്റർ വീതിയിൽ വരുന്ന പ്രദേശത്തെ മാത്രം കാര്യമാണ്. അവിടെ നിന്നും 2 വശങ്ങളിലേക്ക് ധാരാളമായി ജലം ഒഴുകി പോകുന്നതാണ്. പക്ഷേ അവിടേക്ക് പോകുമ്പോൾ അതിൻ്റെ ഉയരം ക്രമേണ കുറഞ്ഞു പോകുന്നതുമാണ്. അന്ന് നശിക്കാൻ പോകുന്നത് 6 ജില്ലകളാണ്: എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകൾ. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്ക് ടൈംസിൽ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ലോകത്തിലെ അപകടം നിറഞ്ഞിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള ഡാമുകളെക്കുറിച്ചായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ പരാമർശിച്ചിരുന്നത്. ലിബിയയിൽ നടന്നിട്ടുള്ള ഒരു ഡാമിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് അന്ന് അവർ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചത്. അതിൽ ഏറ്റവും അപകടം നിറഞ്ഞിട്ടുള്ള ഡാമായിട്ട് അവർ പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. അതിൽ 100 വർഷത്തിൻ്റെ കണക്കാണ് അവർ പറയുന്നത്. 100 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ്. പക്ഷേ അതിലും ഭീകരമായിട്ടുള്ള ഒരു അറിവാണ് നമുക്കുള്ളത്. വെറും 100 വർഷമല്ല, 128 വർഷത്തോളം പഴക്കമുണ്ട് ആ ഡാമിന്. ഇത്രയധികം പഴക്കമുണ്ടെന്ന് മാത്രമല്ല, അതിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടെന്നും അവർ ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നുണ്ട്. അത് തകർന്നടിയുകയാണെങ്കിൽ 35 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. ഇത്രയും അപകടം നിറഞ്ഞ ഡാമാണ് മുല്ലപ്പെരിയാറെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അത് പൊളിക്കാനുള്ള ഉത്തരവ് കൊടുക്കാത്തത്? അതിൻ്റെ കാരണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തന്നെ CS ശ്രീജിത്ത് ഒരു പ്രബന്ധം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് സുപ്രീം കോടതി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അനലിറ്റിക് മോഡലിലുള്ള പ്രശ്നമാണെന്നാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിരുന്ന അനലിറ്റിക് മോഡലാണ് ഇപ്പോഴും സുപ്രീം കോടതി ഫോളോ ചെയ്യുന്നത്. ആ പോളിസി അനുസരിച്ച് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് എൻവയോൺമെൻറ്റ് വരിക. അതും കഴിഞ്ഞു മാത്രമേ
സെക്യൂരിറ്റി വരികയുള്ളൂ. ആ അനലിറ്റിക് മോഡൽ പൊളിച്ചെഴുതി പുതിയൊരു അനലിറ്റിക് മോഡൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ഈ പ്രബന്ധത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 2019 പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൽ ഡാമുകൾ തകരാനുള്ള സാധ്യതയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവരുടെ പഠനം അനുസരിച്ച് ഒരു വർഷം നമ്മൾ 700 ഡാമുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ഡാം തകരുന്നതാണ്. ലോകത്തിൽ 700 ഡാമുകളല്ല ഉള്ളത്, ഒരുപാട് ഡാമുകളുണ്ട്. ആ ഡാമുകളെയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഈ 1 എന്ന് പറയുന്ന സംഖ്യ അതിനു മുകളിലേക്ക് ഉയരുന്നതാണ്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിലും ഒരുപാട് ഡാമുകൾ തകർന്നിട്ടുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 36 ഡാമുകളാണ് തകർന്നിട്ടുള്ളത്. അതൊരു റേഷ്യോ വെച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് അര ഡാം അല്ലെങ്കിൽ 2 വർഷം കൂടുന്തോറും ഓരോ ഡാം വീതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ മരണമടഞ്ഞിട്ടുമുണ്ട്. ഒരു ഡാം നിർമ്മിക്കുന്നത് എക്കാലത്തേക്കുമല്ല, അല്ലെങ്കിൽ എക്കാലത്തേക്കുമാകാൻ പാടില്ല. ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു നിശ്ചിത ആയുസ്സുണ്ട്. അതിനു മുൻപ് അത് മരണമടയുന്നതാണ്. ഒരു ജീവൻ പോലെയാണ് ഡാം. ഒരു ജീവൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജീവന് ഒരു മരണമുണ്ട്, ഡാമിനും ഒരു ഒടുക്കമുണ്ട്. വികസിത രാജ്യങ്ങളിൽ ഡാം പണിയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആയുസ്സും അവർ കുറിച്ചു വെക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള ആ വർഷം കഴിയുന്ന സമയത്ത് തന്നെ അവർ ആ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതാണ്. അതായത് അത് പൊളിച്ചിട്ട് പകരം മറ്റൊരു ഡാം പണിയുന്നതാണ്. വികസിത രാജ്യങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രികളിലാണ് ഇത് അസാധ്യമായി മാറുന്നത്. അതിന് പലരും കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പണത്തിൻ്റെ അഭാവം തന്നെയാണ്. പക്ഷേ ഓരോ ജീവൻ്റെയും വില എത്രമാത്രമാണ്? ഒരു ജീവൻ്റെ വില പോലും നമുക്ക് ഇത്രമാത്രമാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവൻ. അതും വെച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ ഗാമ്പിൾ ചെയ്യുന്നത്? മുല്ലപ്പെരിയാറിനെ ഒരു വാട്ടർ ബോംബിനോട് ഉപമിക്കാനുള്ള കാരണം അതിൻ്റെ സാങ്കേതിക വിദ്യ തന്നെയാണ്. 128 വർഷം മുൻപ് നിർമ്മിച്ചിട്ടുള്ള ഡാം ആണെന്ന് പറയുമ്പോൾ 128 വർഷം പഴക്കമുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. M5 സ്റ്റാൻഡേർഡിലുള്ള കോൺക്രീറ്റ് ആണ് മുല്ലപ്പെരിയാറിൻ്റെ നിർമ്മാണത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് ഒരു റേഷ്യോ ആണ്. സിമെൻറ്റിൻ്റെയും മണലിൻ്റെയും അഗ്രഗേറ്റിൻ്റെയും റേഷ്യോ. ആ റേഷ്യോ അനുസരിച്ച് 1:5:10:10 അവിടെ സിമെൻറ്റും മണലും അഗ്രഗേറ്റും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു പഴയ റേഷ്യോ ആണ്. ഈ കാലഘട്ടത്തിൽ ഈ റേഷ്യോ ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഉപയോഗിക്കുന്നത് M30 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. M30 M5-നേക്കാൾ 6 ഇരട്ടി സ്ട്രെങ്ത് ഉള്ളതാണ്. M5-ൻ്റെ സ്ട്രെങ്ത് 725 PSI ആണെങ്കിൽ M30-യുടെ സ്ട്രെങ്ത് 4350 PSI ആണ്. പക്ഷേ ഇത്രയധികം സ്ട്രെങ്ത് ഉള്ള M30 ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡാമിൻ്റെ ആയുസ് പോലും 30 വർഷങ്ങൾ മുതൽ 40 വർഷങ്ങൾ വരെ മാത്രമാണ്. അതിനുശേഷം അത് ഡീകമ്മീഷൻ ചെയ്യുകയാണ് പതിവ്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡാം തകർന്നു വീഴാത്തത്? സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്. തമിഴ്നാട് പലപ്പോഴായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: ഭാഗ്യം മാത്രമാണ്. അല്ലാതെ ശാസ്ത്രീയമായിട്ട് ഒരു ഉത്തരവും നമുക്ക് തരാൻ സാധിക്കുകയില്ല. ഒരു വലിയ പ്രളയമോ അല്ലെങ്കിൽ ഒരു വലിയ ഭൂചലനമോ ഉണ്ടായാൽ മതി മുല്ലപ്പെരിയാർ ഡാം തകർന്നടിയുന്നതാണ്. മുല്ലപ്പെരിയാർ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഡാം മാത്രമാണ്. പക്ഷേ അത് ചെറുതാണെങ്കിൽ പോലും അതിൽ നിന്നും ഒഴുകി വരുന്ന ജലം എത്തിച്ചേരുന്നത് ഇടുക്കി റിസർവോയറിലേക്കാണ്. അവിടെ നിന്ന് 35 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇടുക്കി റിസർവോയറിലേക്ക്. അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഡാമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഡാം തന്നെയാണ്. പക്ഷേ ഇടുക്കി ഡാം മാത്രമല്ല ഈ റിസർവോയറിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവിടെ 3 ഡാമുകളുണ്ട്: ഇടുക്കി ഡാം, ചെറുതോണി ഡാം, അതുപോലെ കുളമാവ് ഡാം. കുളമാവ് ഡാം ലോകത്തിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഡാമുകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തകരാൻ പോകുന്നത് ഈ കുളമാവ് ഡാം തന്നെയാണ്. അതിനുശേഷം ഇടുക്കി ഡാം പോലും തകർന്നടിയാനുള്ള ഒരു വലിയ സാധ്യതയുമുണ്ട്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിലവിലുള്ള സ്റ്റാൻഡ് എന്താണ്? കേരള സർക്കാർ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന്. രണ്ടാമത് ഒരു ഡാം പണിയണം, ഇപ്പോഴുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യണം. അതിനുവേണ്ടി ഒരു പാരിസ്ഥിതിക പഠനം നടത്തണം. ഇതാണ് കേരള സർക്കാരിൻ്റെ ആവശ്യം. അതനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരു യോഗം വെച്ചിരുന്നു ഈ കഴിഞ്ഞ മെയ് 28-ന്. അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ആ ദിവസമാണ്. അതിനെ തുടർന്നാണ് ഞാൻ ഈ പ്രബന്ധങ്ങളിലൂടെയൊക്കെ കടന്നു പോയത്. പക്ഷേ ആ യോഗം നടന്നില്ല. ആ യോഗം മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത് മാറ്റിവെച്ചത്? മനസ്സിലാക്കാൻ സാധിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ ഒരു കത്ത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അയച്ചിട്ടുണ്ടെന്നാണ്. നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസ് ഒരു യോഗത്തിലൂടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം കത്തിലൂടെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം
ഒരുപക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഇത് മാറ്റിവെച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ എന്തെന്ന് പറഞ്ഞാൽ ഈ ഡാം നിർമ്മിച്ച ഘട്ടത്തിൽ എഴുതി വെച്ച ഒരു കരാറാണ്. മൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഫോഴ്സ് കാരണം ഇത്തരത്തിലൊരു ഡാം നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി കരാർ എഴുതുന്നത്. ആ കരാറിൽ പരാമർശിക്കുന്നത് 999 വർഷത്തേക്ക് ഈ ഡാം തമിഴ്നാടിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ്. അത് വലിയൊരു തമാശ തന്നെയാണ്. അത്രയും വർഷത്തേക്ക് എങ്ങനെയാണ് ഒരു ഡാം ഉപയോഗിക്കാൻ സാധിക്കുക? ആ കാലഘട്ടത്തിലെ ആളുകളെ നമ്മൾ ഇതിൽ കുറ്റക്കാരായിട്ടൊന്നും പറയുന്നില്ല. കാരണം അത് അത്രയും വർഷങ്ങൾക്ക് മുൻപുള്ള ആളുകളാണ്. പക്ഷേ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ഏതൊരു സാധാരണ വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു ഡാമിന് ഒരിക്കലും അത്രയും ആയുസ് ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ 10-1 ആയുസ് പോലും ഒരു ഡാമിന് ഉണ്ടായിരിക്കാൻ പാടില്ല. അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്നതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായി. എപ്പോൾ വേണമെങ്കിലും, ഒരുപക്ഷെ അത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു പ്രളയത്തിലൂടെ ആയിരിക്കാം, എപ്പോൾ വേണമെങ്കിലും, ഞാൻ മുഴുവിപ്പിക്കുന്നില്ല, അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് സ്വീകരിക്കേണ്ടത്? ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.